നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീകൃഷ്ണ അർജുന സംവാദമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാമത്തെ അധ്യായത്തിലെ 44 ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ചത്. ഇന്ന് 45-ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിച്ച് അർത്ഥം നോക്കാം. ത്രൈഗുണ്യ വിഷയാ വേദാ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥ നിർയോഗക്ഷേമ ആത്മവാൻ. ഒന്നും കൂടി. ത്രൈഗുണ്യ വിഷയാ വേദാ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥ നിർയോഗക്ഷേമ ആത്മവാൻ. അർജുന എന്ന് ഇവിടെ സംബോധന ചെയ്തു. വേദാ ത്രൈഗുണ്യ വിഷയാ. വേദങ്ങളിലെ കർമ്മകാണ്ഡം ത്രിഗുണാത്മകമാണ്. ത്വം നിസ്ത്രൈഗുണ്യ. ഇവിടെ ത്വം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല. ത്വം എന്ന് വെച്ചാൽ നീ, നിസ്ത്രൈഗുണ്യ എന്ന് വെച്ചാൽ ത്രിഗുണങ്ങൾക്കും അതീതനായി, നിർദ്വന്ദ്വ ദ്വന്ദ്വങ്ങളിൽ നിന്ന് വേറിട്ട്, അതായത് രണ്ട് എന്ന ചിന്ത ഇല്ലാത്തവനായി, നിത്യസത്വസ്ഥ എല്ലായ്പ്പോഴും ആ ഒരേ ഒരു ആ സത്തയെ തന്നെ അനുഭവിക്കുന്നവനായി, നിർയോഗക്ഷേമ ഈ ലോകത്ത് കാണുന്ന ഒന്നും തൻ്റേതായിരിക്കണം എന്ന് ആഗ്രഹിക്കാത്തവനും, ആത്മവാൻ എല്ലായ്പ്പോഴും ആത്മാനന്ദം അനുഭവിക്കുന്നവനുമായി ഭവിക്കൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഈ വേദങ്ങളിലെ കർമ്മ പദ്ധതി അല്ലെങ്കിൽ കർമ്മകാണ്ഡം എന്നാൽ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ പ്രതിപാദിക്കുന്നതാണ്. അതാണ് ആദ്യത്തെ വരിയിൽ ത്രൈഗുണ്യ വിഷയാ വേദ എന്ന് പറഞ്ഞിരിക്കുന്നത്. ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, സത്വം, രജസ്, തമസ് എന്നിവയാണ്. അതായത് ഈ ലോകം എന്ന് പറഞ്ഞാൽ ത്രിഗുണാത്മകമാണ്. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്നാണ് പറയാറ്. അതായത് ഈ ബ്രഹ്മസത്തയിൽ മായ കൊണ്ട് ഉണ്ടാക്കുന്ന വെറും കാഴ്ചകൾ മാത്രമാണ് ഈ ലോകത്തുള്ളത്. അജ്ഞാനികൾ മാത്രമേ ഇതിൽ ഭ്രമിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അർജുനോട് പറഞ്ഞത്, അല്ലയോ അർജുന, നീ ഇത്തരം ഈ കർമ്മ മാർഗങ്ങളിൽ നിന്നൊക്കെ മാറി ത്രിഗുണങ്ങൾക്കും അതീതനായി തീരുക എന്ന്. ഈ സുഖദുഃഖാദി ചിന്തകൾ ഒന്നും കൂടാതെ നിത്യമായിട്ടുള്ള ആ ബ്രഹ്മതത്വത്തിൽ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത്. പിന്നെ നിർദ്വന്ദ്വം എന്ന് പറയുന്നുണ്ട്. ഈ രണ്ടുണ്ട് എന്നുള്ള തോന്നലാണ് അജ്ഞാനം, അവിദ്യ എന്നൊക്കെ പറയുന്നത്. ഈ രണ്ട് ഇല്ലാത്ത എല്ലാം ഒന്നാണ് എന്നുള്ള അവസ്ഥയാണ് നിർദ്വന്ദ്വത്വം എന്ന് പറയുന്നത്. പിന്നെ നിത്യസത്വസ്ഥനാവാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സത്വഗുണത്തിൽ മാത്രം എല്ലായ്പ്പോഴും സ്ഥിതി ചെയ്യുന്നവൻ എന്നാണ്. അങ്ങനെ എല്ലായ്പ്പോഴും സത്വഗുണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാൾക്ക് വന്നു ചേരുന്നതാണ് നിർയോഗക്ഷേമത്വം എന്ന അവസ്ഥ. എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള ഒന്നിനോടും ആഗ്രഹം തോന്നാതിരിക്കുക, ഒന്നും സ്വന്തമാക്കണം എന്നുള്ളൊരാഗ്രഹം ഇല്ലാതിരിക്കുക. അതാണ് നിർയോഗക്ഷേമത്വം എന്ന് വെച്ചാൽ. അതന്നെയാണ് ഈശാവാസ്യം ഇതം സർവം എന്ന് പറയുന്നത് എന്ന് തോന്നുന്നു. ഇങ്ങനെ നിഷ്കാമ കർമാനുഷ്ഠാനം കൊണ്ട് ആത്മജ്ഞാനം സിദ്ധിക്കും. അതാണ് ആത്മവാനായിരിക്കുന്ന ആ സ്ഥിതി. അവസാനത്തെ വരിയിൽ പറഞ്ഞല്ലോ, നിർയോഗക്ഷേമ ആത്മവാൻ എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ സുഖദുഃഖാദി ഭാവനകളൊന്നും കൂടാതെ ആ ആത്മജ്ഞാനമാണ് ജീവിത ലക്ഷ്യം എന്ന് മനസ്സിലുറച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കണം എന്നാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം വായിക്കാം. യാവാനർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. യാവാനർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ
താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. സർവത സംപ്ലുതോദകേ, എല്ലായിടത്തും വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ, ഉദപാനേ യാവാൻ അർത്ഥ, കിണറിനെ കൊണ്ട് എത്രത്തോളം പ്രയോജനമുണ്ടോ, വിജാനത ബ്രാഹ്മണസ്യ, ജ്ഞാനിയായ, ഇവിടെ ജ്ഞാനിയായ എന്ന് വെച്ചാൽ ആത്മാനന്ദം അനുഭവിക്കുന്ന ആ ബ്രഹ്മനിഷ്ഠന് സർവേഷു വേദേഷു, എല്ലാ വേദങ്ങളിലും, വേദങ്ങളിലെ ആ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളുടെ പ്രയോജനം താവത് ഭവതി, അതുപോലെ തന്നെയാണ്. ഇവിടെ എന്താ അർത്ഥാക്കണമെന്ന് വെച്ചാൽ, എല്ലായിടത്തും ജലം നിറഞ്ഞിരിക്കുന്ന സമയത്ത് കിണറിന് പ്രത്യേക ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല. അതുപോലെ ജ്ഞാനസമ്പന്നനായിട്ടുള്ള ഒരാൾക്ക് കർമ്മങ്ങളെക്കുറിച്ച് പ്രത്യേക ശ്രദ്ധ ഉണ്ടാവില്ല. എന്നാൽ എവിടെയും വെള്ളമില്ലാത്തൊരവസ്ഥയിൽ കിണറിനെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കും. അതാണ് ആ ജ്ഞാനം, ബ്രഹ്മജ്ഞാനം ഇല്ലാതിരിക്കുന്നത് വരെ നമ്മൾ ഈ കർമ്മങ്ങളിലും കർമ്മഫലങ്ങളിലും ഒക്കെ നമുക്കൊരു മമത ഉണ്ടായിരിക്കും. എന്നാൽ ഈ ബ്രഹ്മജ്ഞാനത്തിൻ്റെ ചെറിയ തുള്ളികൾ മാത്രമാണ് ഈ കർമ്മം ചെയ്ത് കിട്ടുന്ന ഈ ലൗകിക സുഖങ്ങളൊക്കെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ലൗകിക സുഖങ്ങളെക്കാളൊക്കെ എത്രയോ വലിയ സുഖമാണ് ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ കർമ്മയോഗത്തിൽ ഇരിക്കുമ്പോഴും ലക്ഷ്യം കർമ്മമോ കർമ്മഫലമോ അല്ല, ബ്രഹ്മാനന്ദ പ്രാപ്തിയാവണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന, മാ കർമ്മഫലഹേതുർഭൂർമാ തേ സംഗോസ്ത്വകർമ്മണി. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന, മാ കർമ്മഫലഹേതുർഭൂർമാ തേ സംഗോസ്ത്വകർമ്മണി. ഈ ശ്ലോകം ഭഗവത്ഗീതയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ്. ഇത് എല്ലാവരും കേട്ടിട്ടും ഉണ്ടാവും. ഇവിടെ തേ, നിനക്ക്, കർമ്മണി ഏവ അധികാര, കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ, കദാചന, ഒരിക്കലും, കർമ്മഫലേഷു മാ, കർമ്മഫലങ്ങളിൽ ഇല്ല, കർമ്മഫലഹേതു മാ ഭൂ, കർമ്മഫലം കർമ്മത്തിന് ഹേതുവായി തീരരുത്, അകർമ്മണി തേ സംഗ മാസ്തു, എന്നാൽ കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ സംഘബദ്ധനാവുകയും ചെയ്യരുത്. അല്ലെങ്കിൽ ആ കർമ്മം എന്നുള്ളതിന് ചീത്ത കർമ്മം, ദുഷ്കർമ്മം ചെയ്യാനും ഇടവരരുത് എന്നുമാവാം. അതായത് അർജുനോട് പറയുകയാണ്, എങ്ങനെയൊക്കെ ചിന്തിച്ചാലും നിനക്ക് കർമ്മം ചെയ്യുക, നിന്റെ കർത്തവ്യം ചെയ്യുക എന്നുള്ളതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല. ഇവിടെ ഒരു മനുഷ്യന് തൻ്റെ കർമ്മമാർഗം കൊണ്ട് ജീവിതം ധന്യമാക്കാനുള്ള പ്രധാന കാര്യങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. തൻ്റെ പൂർവജന്മ വാസനകളെ കൊണ്ട് കർമ്മബദ്ധനായ ഒരാൾക്ക് തൻ്റെ കർമ്മം അല്ലെങ്കിൽ കർത്തവ്യം ചെയ്യുക തന്നെ വേണം. അയാൾക്ക് ആ കർമ്മത്തിന് മാത്രമേ അധികാരമുള്ളൂ അല്ലെങ്കിൽ അർഹതയുള്ളൂ. അല്ലാതെ ആ കർമ്മഫലങ്ങൾക്ക് അർഹരാണ് എന്ന് കരുതാൻ പാടില്ല. ആ കർമ്മത്തിൻ്റെ ഫലം ചിലപ്പോൾ നമുക്ക് അനുകൂലമാവാം, ചിലപ്പോൾ നമുക്ക് പ്രതികൂലമാവാം. പക്ഷെ നമ്മളെല്ലാവരും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനൊക്കെ അനുകൂലമായ ഫലമാണ് ആഗ്രഹിക്കുന്നത്. അതില്ലാതെ ആവുമ്പോഴാണ് നമുക്ക് ദുഃഖം വരുന്നത്. എന്നാൽ നമ്മുടെ പൂർവ്വവാസനകളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യണം. എന്നാൽ അതിൻ്റെ ഫലത്തിൽ ഉദാസീനായിട്ടിരിക്കും വേണം. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുകൂലമായാലും പ്രതികൂലമായാലും അത് ഭഗവത് അനുഗ്രഹം എന്നുള്ള ഒരു മനോഭാവമാണ് വളർത്തിയെടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലെ ആ വാസനകളെയൊക്കെ നശിപ്പിച്ചിട്ട് ആ ഏകാഗ്രമായ ബുദ്ധി ഉണ്ടാക്കി തീർക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലത്തിൽ മാത്രം മുഴുകിയിട്ട് ആ ചഞ്ചലമായിട്ടൊരു ബുദ്ധിയായിരിക്കും ഉണ്ടായിരിക്കാം, ഏകാഗ്ര ബുദ്ധി ഉണ്ടാവില്ല.
അതുകൊണ്ട് ജീവിതത്തില് സുഖം ആഗ്രഹിക്കുന്ന ഒരാള് ഈശ്വരനെ മറന്നിട്ട് ഫലചിന്തയിൽ ഒരിക്കലും മനസ്സിനെ വ്യാപരിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫലം ലഭിച്ചാൽ അത് വേണ്ട എന്ന് വെക്കുക, അതല്ല അർത്ഥം. എപ്പോഴും ഇങ്ങനെ ഫലം എന്താവും, നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം എന്താവും എന്ന് ആലോചിച്ചിട്ട് മനസ്സ് ചഞ്ചലമാക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത്. ആ ചിന്തിക്കുന്ന നേരത്ത് ഈശ്വര ചിന്ത മനസ്സിൽ ഉറപ്പിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ കർമ്മം ചെയ്യുന്നത് തന്നെ ഓരോ ഫലം ആഗ്രഹിച്ചുകൊണ്ടല്ലേ. അങ്ങനെ ഫലം ആഗ്രഹിക്കരുത് വെച്ചാൽ പിന്നെ എന്തിനാ കർമ്മം ചെയ്യണ എന്നൊരു സംശയം നമുക്ക് തോന്നാം. അങ്ങനെ കർമ്മവിമുഖന്മാരായി തീർന്നാൽ ആലസ്യം അധികമായിട്ട് തമോ ഗുണം വർദ്ധിക്കും. ഈ തമോ ഗുണം വർദ്ധിക്കുമ്പോഴാണല്ലോ വേണ്ടാത്ത പല പ്രവൃത്തികളും ചെയ്യാൻ തോന്നുക. ആൻ ഐഡിൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയാറില്ലേ. വെറുതെ ഇരിക്കുന്ന മനസ്സിലാണല്ലോ വേണ്ടാത്ത വിചാരങ്ങളൊക്കെ വരിക. അത് ആ വ്യക്തിയുടെ പതനത്തിന് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ കർമ്മം ചെയ്തേ തീരൂ. കർമ്മഫലത്തില് ആഗ്രഹം പാടില്ല. കർമ്മഫല ഹേതുവാകരുത്. അകർമ്മണ്യതയിൽ സംഘം വരരുത്. ഇങ്ങനെയുള്ള കർമ്മമാർഗത്തിലൂടെയാണ് ഒരു കർമ്മയോഗി ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ കർമ്മം ശോഭനമാക്കി ആത്മജ്ഞാനം നേടാനുള്ള മാർഗമാണ് യോഗബുദ്ധി അഭ്യസിക്കുക എന്നുള്ളത്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നമുക്കത് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ